നമസ്കാരം. ഇന്ന് 2013 ആണ്ട് ആഗസ്റ്റ് 20 ചൊവ്വാഴ്ച, ചിങ്ങമാസം 4 തിരുവോണ നക്ഷത്രം 18 നാഴിക 25 വിനാഴിക വരെയുണ്ട്. പകൽ 1:41 വരെ. ശുഭകർമ്മങ്ങൾക്ക് തിരുവോണ നക്ഷത്രം നല്ലതാണെങ്കിലും ഇന്ന് 10 നാഴിക 11 വിനാഴിക വരെ ചതുർദശിയും അതിനുമേൽ വിഷ്ടിക്കരണം നാളത്തെ വാവിൻ്റെ അതിനുശേഷമുള്ള വെളുത്ത വാവിൻ്റെ വിഷ്ടിക്കരണവും ഉള്ളതുകൊണ്ട് ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ നന്നല്ലാത്തതാണ്. നാളെ ആഗസ്റ്റ് 21 ബുധനാഴ്ച, ചിങ്ങമാസം 5 അവിട്ട നക്ഷത്രം 12 നാഴിക 44 വിനാഴിക വരെയുണ്ട്. 11:25 വരെ. അതിനുശേഷം ചതയ നക്ഷത്രമാണ്. നാളത്തെ ദിവസം അവിട്ടമാണെങ്കിലും ചതയമാണെങ്കിലും ശുഭകർമ്മങ്ങൾക്കെല്ലാം തന്നെ വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 6:19 മുതൽ 8:04 വരെയുള്ള ചിങ്ങം രാശി സമയത്ത് കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും വ്യവസായ വ്യാപാര മേഖലകൾക്ക് തുടക്കം കുറിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും ചികിത്സയ്ക്കും അഭികാമ്യമാണ്. നാളെ പകൽ 8:04 മുതൽ 10:04 വരെയുള്ള കന്നിരാശി സമയത്ത് വ്യാപാര വ്യവസായ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും കുട്ടികൾക്ക് വയമ്പ് ഫലങ്ങൾ എന്നിവ കൊടുക്കുന്നതിനും നാമകരണത്തിനും ചോറൂണിനും എന്ന് വേണ്ടില്ല ശുഭകർമ്മങ്ങൾക്കൊക്കെ തന്നെ വളരെ അനുയോജ്യമാണ്. വാഹനം വാങ്ങിക്കുന്നതിനും ഭൂമി, ഗൃഹം, വാഹനം തുടങ്ങിയവ രജിസ്ട്രേഷൻ നടത്തുന്നതിനും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 12:21 മുതൽ 2:29 വരെയുള്ള ധനുരാശി സമയത്ത് യാത്ര പുറപ്പെടുന്നതിനും സഞ്ചരിച്ചുകൊണ്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വാഹനം വാങ്ങിക്കുന്നതിനും വാഹനത്തിൽ കയറുന്നതിനും പദ്ധതികൾ സമർപ്പിക്കുന്നതിനും ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വളരെ അനുയോജ്യമാണ്. നാളെ പകൽ 2:29 മുതൽ 4:19 വരെയുള്ള മകരം രാശി സമയത്ത് വാഹനം വാങ്ങിക്കുന്നതിനും ജല ആശ്രിത ജലോത്ഭവങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾക്കും ചികിത്സയ്ക്കും വൃക്ഷങ്ങൾ വയ്ക്കുന്നതിനും വളരെ അനുയോജ്യമാണ്. മറ്റ് ശുഭകർമ്മങ്ങൾക്ക്, അതായത് വിവാഹത്തിന് നാളത്തെ ദിവസം അരുതാത്തതുമാണ്. ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും പ്രായേണ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും നാളത്തെ ദിവസം പുണർദത്തിൻ്റെ അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കും ഒരു ശുഭകർമ്മങ്ങളും അരുതാത്തതാണ്. ഇന്നത്തെ ദിവസം തെക്കു കിഴക്കേ വിദിക്കിലേക്കും നാളത്തെ ദിവസം തെക്കു പടിഞ്ഞാറേ വിദിക്കിലേക്കും ആദ്യമായി ഏതൊരു ശുഭകർമ്മങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നു ആയതും ഒഴിവാക്കേണ്ടതുമാണ്. നമസ്കാരം.